ആരും നിങ്ങളെ ഉപദേശിക്കാൻ ആവശ്യമില്ല. പക്ഷെ ദൈവത്തിന്റെ വചനം പറയുന്ന സങ്കീർത്തനങ്ങൾ 32:8, ഞാൻ നിന്നെ ഉപദേശിച്ച് നടക്കേണ്ടുന്ന വഴി നിനക്ക് കാണിച്ചു തരും. ഞാൻ നിന്റെ മേൽ ദൃഷ്ടി വെച്ച് നിനക്ക് ആലോചന പറഞ്ഞു തരും. ചെറുതാമേണ്ടതാ. ഞാൻ നിന്റെ മേൽ ദൃഷ്ടി വെച്ച് നിനക്ക് ആലോചന പറഞ്ഞു തരും. ഹല്ലേലൂയ. എന്തിനാണത്? അവരത് കംപ്ലീറ്റ് നടക്കേണ്ടുന്ന വഴി നിനക്ക് കാണിച്ചു തരും. നടക്കേണ്ടുന്ന വഴി കാണിച്ചു തരും. ഇന്ന് ഏറ്റവും കൂടുതൽ ഡൈവോഴ്സ് ഉള്ള ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അതും സോക്കോൾഡ് ദൈവമക്കളുടെ ഇടയിൽ. ഈ പുസ്തകത്തിൽ, മലാക്കിയുടെ പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്, യഹോവ ഉപേക്ഷണ പത്രം വെറുക്കുന്നു. ദൈവാത്മാവ് വെറുക്കുന്ന ഏക പാവം ഡൈവോഴ്സാണ്. ഡൈവോഴ്സ് പ്രധാനമായിട്ട് വരാൻ കാരണം ഇതുമായിട്ടൊരു ബന്ധമില്ല. കാര്യമൊക്കെ നമ്മളെ ബന്ധക്കോസ് കുടുംബത്തിൽ ജനിച്ചതാണ്. ഞാനൊരു കൗൺസിലറാണ്. ഒത്തിരി കൗൺസിലിങ്ങിന് വരുന്ന പ്രോബ്ലം എന്ന് പറയുന്നത് കുടുംബമാണ്. കുടുംബ പ്രോബ്ലമാണ്. പ്രത്യേകിച്ച് ഈ ഡിജിറ്റൽ യുഗത്തിലെ കുട്ടികൾ. ഹല്ലേലൂയ. ഭയങ്കര അറിവാണ്, ഭയങ്കര നോളജാണ്, പക്ഷെ വിവരമില്ല. ഭയങ്കര അറിവാണ്, പക്ഷെ വാ തുറന്ന വിവരക്കേടെ പറയും. സ്തോത്രം. ദൈവത്തിന്റെ ആത്മാവിനെ ആലോചനയിൽ വിധേയപ്പെട്ട് മുന്നോട്ട് പോകാത്തിടത്തോളം കാലം ജീവിതത്തിൽ സന്തോഷത്തോടെ ഒന്ന് ചിരിക്കാൻ പോലും പറ്റത്തില്ല. ഹല്ലേലൂയ. കാരണം എന്താണ്? എല്ലാവരും ഡിഗ്രി എടുത്തിരിക്കേ. കുടുംബത്തിൽ കുടുംബജീവിതം നയിക്കണമെങ്കിൽ ദൈവാത്മാവിന്റെ ആലോചന, ഉപദേശം നീ എത്ര വലിയ ആളായാലും ശരി സ്വീകരിക്കണം. ചില പെണ്ണുകൾക്ക് എന്തൊരു അഹങ്കാരമാണെന്നറിയാം. ആണുങ്ങൾക്ക് അവര് ഭയങ്കര പാവമാണ്. ഈ ആണും പെണ്ണും തമ്മിലുള്ള സൃഷ്ടിയിലെ വ്യത്യാസം എന്ന് പറയുന്നത്, പുരുഷന് പൊടിയിൽ നിന്നാണ് കർത്താവ് എന്ത് ചെയ്ത് സൃഷ്ടിച്ചത്. സ്ത്രീയെയോ പുരുഷന്റെ വാരിയിൽ നിന്നാണ്. അപ്പോ ഈ വാരിയിൽ നിന്ന് വന്നുകൊണ്ടാണ് ഇത്ര അഹങ്കാരം. ഇതേപോലെ കൊമ്പും വെച്ച് നടക്കുന്ന കുറെ പെൺകുട്ടികൾ. സ്തോത്രം. എന്റെ പെൺകുച്ച, എന്റെ പെൺകുച്ചല്ല, ആരുടെയെങ്കിലും പെൺകുച്ച. ബി ഹംബിൾ ആൻഡ് സിമ്പിൾ. ദൈവാത്മാവിന് വിധേയപ്പെട്ട ദൈവത്തിന്റെ ആലോചന എടുക്കുക. സ്തോത്രം. ഒരു ഡോക്ടറിന് പഠിക്കുന്ന പെണ്ണ് വിവാഹിതയാണ്, ഒരു കുഞ്ഞുണ്ട്. ആരംഭത്തിൽ വലിയ സമ്പാദ്യമൊന്നും ഇല്ലായിരുന്നു. എന്നാൽ ഭർത്താവ് അധ്വാനിച്ച അവളെ ഡോക്ടറാക്കി. അവള് UK പോയി പഠിച്ചു. പക്ഷെ അവളുടെ സ്റ്റാൻഡേർഡ് അനുസരിച്ച് നോക്കിയപ്പോഴത്തേക്കും ഭർത്താവ് ഒരു ചായക്കച്ചവടക്കാൻ ഹോട്ടൽ. അപ്പോൾ അവളുടെ സ്റ്റാൻഡേർഡ് വെച്ച് നോക്കുമ്പം അവനത്ര പോരെ, ഭർത്താവ് അത്ര പോരെ. അങ്ങനെ പ്രശ്നമായി അവസാനം ഡൈവോഴ്സ് വക്കിലെത്തി. അപ്പൊ ഈ കേസ് എന്റെ അടുത്ത് കൊണ്ടുവന്നു. ഈ പെണ്ണിന്റെ ആങ്ങളെ പ്രാർത്ഥനക്കാരൻ, അമ്മയാണെങ്കിൽ പ്രാർത്ഥനയുടെ ഉസ്താദ്, ഈ ചെക്കനാണെങ്കിൽ ഒരു സാധാരണ വിശ്വാസി. ഒരു എവിടെയെല്ലാം പോയിട്ടും അവസാനം ഈ ചെക്കൻ എന്നെ വിളിച്ചു, അച്ഛാ ഞാനിങ്ങനെ ഒരു പ്രശ്നത്തിലാണ്, എനിക്ക് ഒരു കൗൺസിലിങ്ങിന് വേണം. ഞാൻ പറഞ്ഞു വരാം. അങ്ങനെ വന്ന് സംസാരിച്ചു. സ്തോത്രം. എനിക്ക് കാര്യങ്ങൾ പഠിച്ചു വന്നപ്പോ മനസ്സിലായി, ഇപ്പോഴത്തെ ഈ ആത്മീയ അഹങ്കാരം എന്ന് പറഞ്ഞതുപോലെ ഒരു പ്രത്യേക അഹങ്കാരത്തിൽ നിൽക്കുന്ന വേണം. എവരുടെ താൻ ഡോക്ടറായിരിക്കാം, പക്ഷെ ഒരു തനി ബൈബിള് വായിക്കാറുണ്ടോ? അപ്പൊ ഐ ഡോണ്ട് ഗെറ്റ് ടൈം, ബട്ട് വൺസ് ഇൻ എ വൈൽ ഐ റീഡ്. എനിക്ക് സമയം കിട്ടാറില്ല, പക്ഷെ വല്ലപ്പോഴും കൂടെ വായിക്കാറുണ്ട്. അതെങ്കിലും ഉണ്ടല്ലേ. സ്തോത്രം. ചിലർക്ക് സമയം കിട്ടത്തില്ല. എന്റെ പോയിട്ട് പറയാം, നിനക്ക് ഈ ബൈബിൾ വായിക്കാൻ സമയമില്ലല്ലേ? നീ കക്കൂസിൽ എത്ര മിനിറ്റ് പോയി കുത്തിയിരിക്കും?
കുറഞ്ഞു പക്ഷെ അത് അവിടെയെങ്കിലും കൊണ്ടുവച്ചു വായി, ഫോണിലെങ്കിലും കൊണ്ടുവച്ചു വായി. സ്തോത്രം. അവിടെ കൊണ്ട് ഞാൻ നിർത്തിയിരുന്നേ, അതൊക്കെ സമയമില്ല. അവസാനം ആരെല്ലാം പറയട്ടും I want divorce. ഞാൻ പറഞ്ഞ് ഒരു കാര്യം, ഒന്ന് ശരിക്കും ഒന്ന് പോയി പ്രാർത്ഥിച്ചിട്ട് പോകാം, ഉപവസിക്കുക. അങ്ങനെ 2 ആഴ്ച കഴിഞ്ഞപ്പോ ഇവര് വന്നിട്ട് ഈ പെണ്ണോട് പറയണേ, ഫാദർ, I was fasting and the Holy Spirit told me to divorce this fellow. അർത്ഥം പോയില്ലേ? അവൾ ഉപവസിച്ചപ്പോ പരിശുദ്ധാത്മാ അവളോട് പറഞ്ഞത് ഇവനെ ഡൈവോഴ്സ് ചെയ്യാൻ. ഞാൻ പറഞ്ഞു, എന്റെ മോളെ ബൈബിളിൽ ഏത് ആത്മാവാ ഒന്ന് കാണിച്ചു തരാം. ഹോളി സ്പിരിറ്റ് ടോൾഡ് മീ. ഞാൻ ഈ ദിവസങ്ങളിൽ ഉപവാസത്തിലായിരുന്നു, പരിശുദ്ധാത്മാവ് എന്നോട് പറഞ്ഞു. അപ്പൊ ഞാൻ ഈ പെണ്ണിന്റെ അമ്മയിരിപ്പുണ്ട്. ആന്റി, നിങ്ങളൊരു പ്രാർത്ഥനക്കാരിയല്ലേ, ഈ മോള് പറയുന്ന ആത്മാവേദ റിയലി ഫാദർ ദ ഹോളി സ്പിരിറ്റ് ടോൾഡ് ഹർ. ആ പരിശുദ്ധാത്മാവ് അവളോട് പറഞ്ഞാ ഇവനാ ഡൈവോഴ്സ് ചെയ്യാൻ. ഞാൻ അവരെ കർത്താവ് 10 ദിവസം വിളിക്കല്ലോ, തൊട്ട് പിശാചെന്നോ ഞാൻ പറഞ്ഞേ അവളോട്, ആ അമ്മയോട്. കാരണം അവള് അമ്മയിലും ഈ പെണ്ണിലും വ്യാപരിക്കുന്നത് ദുരാത്മ ശക്തിയാണ്. ഡൈവോഴ്സ് എന്നൊരു വാക്ക് ഈ പുസ്തകത്തിലില്ല. ഈ പെണ്ണിന്റെ ഈ സ്വയാത്മാവ് എന്ന് പറഞ്ഞ ഒരു ആത്മാവുണ്ട്. ഈ ആത്മാവാണ് ഇവളെ കൊണ്ട് പറയിപ്പിക്കുന്നത് ഡൈവോഴ്സ്. പിന്നീട് അതിനെക്കുറിച്ച് പഠിച്ചപ്പോഴാണ് മനസ്സിലാവുന്ന UK അവർക്ക് അവളുടെ സ്റ്റാൻഡേർഡിന് പറ്റി ഒരു ഡോക്ടർ അവിടെ ഉണ്ട്, ഒരു മുസ്ലിം ഡോക്ടർ. ലവൻ അങ്ങ് ഉള്ളിൽ കയറി കഴിഞ്ഞപ്പോ ഇവിടുത്തെ ലോക്കൽ ഈ ചായക്കടക്കാരനെ വേണ്ട. ഒരു കുഞ്ഞുണ്ട്, ആൺകുഞ്ഞ്. ഞാൻ പറഞ്ഞു, ഈ കുഞ്ഞ് എന്ത് ചെയ്യും? നീ ഇവനെ ഡൈവോഴ്സ് ചെയ്ത ഈ കുഞ്ഞ്, ബോയ്, അവനൊരു ആൺകുഞ്ഞ്, അവൻ എന്ത് ചെയ്യണമെന്ന് അവൻ തീരുമാനിച്ചോളൂ. പെന്തക്കോസ് കുടുംബത്തിൽ പിറന്ന പെണ്ണിന്റെ കാര്യം പറയണേ. ഞാൻ നിന്റെ മേൽ ദൃഷ്ടി വെച്ച് നിനക്ക് ആലോചന പറഞ്ഞു തരും, നടക്കേണ്ടെന്ന വഴി ഞാൻ നിനക്ക് കാണിച്ചു തരും. എത്ര വലിയ ജോലിയാണെങ്കിൽ ശരി, ഏറ്റവും വലിയ ഉത്തരവാദിത്വം എന്താണെന്ന് പറയാ, ഒരു കുടുംബ ജീവിതം നയിക്കുന്നതാണ് ഏറ്റവും വലിയ ഉത്തരവാദിത്വം. ദൈവം ഏൽപ്പിച്ചത് മനുഷ്യൻ ഓർമ്മപ്പെടുത്തരുത്. ഞാൻ പെണ്ണിന്റെ ആംഗ്ലയോട് ചോദിച്ചു, ഞാൻ അവരുടെ പ്രാർത്ഥനാ ഗ്രൂപ്പില് ഗൾഫിൽ പോയിട്ടുണ്ട്. അതുകൊണ്ട് ഇത് തങ്ങൾ പറയുന്നത് ശരിയാണ്. അച്ഛാ, ഈ ബൈബിൾ അനുസരിച്ച് ആരൊക്കെയാ ജീവിക്കുന്നത് ഒന്ന് കാണിച്ചു തരാമോ? അവൻ വേറൊരു വിചാരിച്ചു, അവൻ ഇത് അങ്ങനെ ഈ ബൈബിൾ അനുസരിച്ച് ആരെങ്കിലും ജീവിക്കുന്നത് കാണിച്ചു തരാമോ? ഞാൻ തന്നേക്ക് നിങ്ങളുടെ കുടുംബമായിട്ട് വിശേഷങ്ങൾ പിടിച്ചിരിക്കുക. ബൈബിള് കയ്യിലുണ്ടെങ്കിലോ നിന്റെ അഹങ്കാരത്തോട് ഉരുത്തിരി എന്ന ആലോചനയുമായിട്ടാണ് നീ പോകുന്നത്. പിന്നെ എങ്ങനെ കുടുംബത്തിൽ സമാധാനം ഉണ്ടാവും? ഈ കുഞ്ഞാണ്, അവൻ സംസാരിക്കാൻ പ്രായമായ കുഞ്ഞാണ്. അതെന്നുവെച്ചാൽ 5-8 വയസ്സുണ്ട്. ഞാൻ ചോദിച്ചത്, നിനക്ക് പപ്പായ വേണം മമ്മിയെ വേണം? പുതിയ ഇംഗ്ലീഷ് ഡൈവേഴ്സ് ഉള്ള ഗുസ്തിയാണെന്ന് കുഞ്ഞിനെ പറയത്തില്ല. നിനക്ക് മമ്മിയെ വേണം ഡാഡി വേണം? പപ്പ അച്ഛ എനിക്ക് രണ്ടും വേണം. അതാണ് നിർമ്മല ഹൃദയമുള്ള കുഞ്ഞിന്റെ പ്രത്യേകത. എനിക്ക് 2 പേരെ വേണോ? സ്തോത്രം. എത്രയോ കുടുംബങ്ങളാണോ അറിയോ? ഞാൻ നിന്റെ മേൽ ദൃഷ്ടി വെച്ച് നിനക്ക് ആലോചന പറഞ്ഞു തരാം. ഹല്ലേലൂയ. എന്ന പരിശുദ്ധാത്മാവിന്റെ കൈക്കീഴിൽ കീഴ്പ്പെട്ട ദൈവത്തിന്റെ ആത്മാവിന്റെ ആലോചന എടുക്കാത്തത് കൊണ്ടാണ് പല കുടുംബങ്ങളും ദുഃഖക്കടലിലായിരിക്കുന്നത്. സഹോദര സഹോദരി, നീ പരിശുദ്ധാത്മാവിന്റെ കൈക്കീഴിൽ വന്നിട്ട് ദൈവം തരുന്ന ആലോചന സ്വീകരിച്ചാൽ പിശാച് നിന്നെ കെട്ടിയിരിക്കുന്ന ബന്ധനങ്ങൾ യേശുവിന്റെ നാമത്തിൽ ഇപ്പോൾ തന്നെ അഴിയട്ടെ. യേശുവിന്റെ നാമത്തിൽ നല്ലൊരു ശതമാനം കുടുംബങ്ങളെ പിശാച് കെട്ടിയിട്ടിരിക്കുക. കാണുന്ന പോലെയല്ല.
പലർക്കും അത് തുറന്നു പറയാൻ ഭയമാണ്. അതിന്റെ കാരണം എന്താ? സ്തോത്രം. ഈ ഒരു ആയുധം കയ്യിലുണ്ടെങ്കിൽ ഒരു ദുഷ്ടശക്തി നിന്റെ കുടുംബത്തെ അടുക്കത്തില്ല, നിന്റെ ജീവിതത്തെ തുടത്തില്ല. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവിന്റെ ദൃഷ്ടി വെച്ച് ആലോചന നീ എടുക്കണം. സ്തോത്രം. നഷ്ടപ്പെട്ട സൗഭാഗ്യം തിരിച്ചു വരും. ചേർന്നൊരു ഹല്ലേലൂയ. ഹല്ലേലൂയ. ആവശ്യമില്ല. അവന്റെ അഭിഷേകം നിങ്ങൾക്ക് സകലവും ഉപദേശിച്ച് തരികയാലും അത് കോഷ്ടല്ല സത്യം തന്നെ ആയിരിക്കുകയാലും അത് നിങ്ങളെ ഉപദേശിച്ചതുപോലെ അവനിൽ വസിപ്പൻ. അങ്ങനെ ഒരു കരങ്ങൾ കൊടുത്തേ, ഇങ്ങനെ കരങ്ങൾ കൊടുത്തു. കർത്താവിൽ വസിക്കണമെന്ന് പറ. അല്ലെ കർത്താവിൽ വസിക്കണമെന്ന് പറ. അല്ലെ കർത്താവിൽ വസിക്കുന്നെങ്കിൽ ഹല്ലേലൂയ. പിന്നെ എന്തിനാ സഭയുടെ തടി? ഈ കഴിഞ്ഞ ദിവസം ലൈവായിട്ട് ഒരു സഭ നടന്ന അടി കാണിക്കുക. ഇപ്പൊ ഈ സാധനം കയ്യിലുള്ള കാരണം ഒന്നും പറയാൻ പറ്റില്ല. ലൈവ് പോണേ അടി നടക്കുകയാണ്. ലൈവ് ലോകം മുഴുവൻ കണ്ടോണ്ടിരിക്കുക. സ്തോത്രം. അവസാനം തുണി ഉരിഞ്ഞിട്ടടി, അമ്മച്ചുമാര് തമ്മിലടി, സാരിയൊക്കെ വലിച്ചു, നീ പോടി ഞാൻ പാടി, നീ പോടി എന്ന് പറഞ്ഞു അടിയോടടി. സ്തോത്രം. അതേ നാവുകൊണ്ട് ഹല്ലേലൂയ സ്തോത്ര സ്തോത്ര സ്തോത്രം എന്ന് പറയണേ. ഹല്ലേലൂയ. അവന് ക്രിസ്തുവിൽ വസിക്കുന്നെങ്കിൽ നിനക്ക് എങ്ങനെ നിന്റെ സഹോദരനെതിരെ കൈ ഉയർത്താൻ പറ്റും? ഒരു ബ്രദർ സഭയിൽ അടിയും നടന്നപ്പോണ്ടല്ലോ, പാസ്റ്റർ തടയാക്കുന്നപ്പോ പാസ്റ്ററിനും കൊടുത്തടി. അവിടെ അടി നിയന്ത്രിച്ചത് ഒരു പ്രായമുള്ള അമ്മച്ചിയാണ്. ആ സാരിയൊക്കെ ഇങ്ങനെ എടുത്ത് ഇങ്ങനെ പൊത്തിയിട്ട് അവനാടിയേല കുറെ അമ്മച്ചിമാരിങ്ങനെ സഭയുടെ അകത്ത് വന്നിട്ടുണ്ട്. അവനെ അടിപ്പിക്കാൻ, അവളെ അടിപ്പിക്കാൻ. സ്തോത്രം. യേശുവിൽ വസിക്കുന്ന നിനക്ക് എങ്ങനെ ഇത് പറയാൻ പറ്റും? ഹല്ലേലൂയ. അവനിൽ വസിപ്പേ. ഹല്ലേലൂയ. യേശുവിൽ വസിക്കുന്നവന് സഭാ വ്യത്യാസം തന്നെ. ഹല്ലേലൂയ.